പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന തുരങ്കപാത തുറന്നിടുന്നത് വികസന പ്രതീക്ഷകളാണ്. യാത്രക്കാർക്ക് പുറമെ ചരക്ക് കയറ്റുമതി മേഖലകൾക്കും വൻ വികസന മുന്നേറ്റമായിരിക്കും പാത സാധ്യമാക്കുക. നിർദ്ദിഷ്ട കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴി രണ്ട് സാമ്പത്തിക കേന്ദ്രങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലുള്ള NH 766, NH 59 എന്നിവയുമായുള്ള മികച്ച ലിങ്കായി പാത പ്രവർത്തിക്കും. വയനാട്, കോഴിക്കോട് ജില്ലകൾക്കിടയിൽ ദൂരം കുറയുന്നതോടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും വർദ്ധിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളെന്നത് ടൂറിസം രംഗത്തിനും മുതൽക്കൂട്ടാകും. കോഴിക്കോട്ടെ മികച്ച ആരോഗ്യ ചികിത്സാ സൗകര്യങ്ങൾ എളുപ്പം ലഭ്യമാക്കാൻ വയനാട്ടുകാർക്ക് അനുഗ്രഹമായി മാറും. ഗതാഗതക്കുരുക്ക്, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ യാത്ര ദുഷ്കരമായ താമരശ്ശേരി ചുരം പാതയ്ക്ക് ബദൽ മാർഗമായിരിക്കും ഈ പാത. മലപ്പുറം ജില്ലക്കാർക്കും ഏറെ ആശ്വാസമാകും. കോഴിക്കോട് ജില്ലയിൽ നിലവിലുള്ള ആനക്കാംപൊയിൽ മുത്തപ്പൻപുഴ മറിപ്പുഴ റോഡും വയനാട് ജില്ലയിലെ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡും ബന്ധിപ്പിക്കുന്നതാണ് തുരങ്കപാത. അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമീണ റോഡുകൾക്ക് പുറമെ തിരുവമ്പാടി, കൊട്ടാങ്ങൽ, കുന്നമംഗലം റൂട്ടിലേക്കുള്ള ഗതാഗതവും സുഗമമാവും. വന്യമൃഗശല്യവും കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, രോഗബാധകൾ തുടങ്ങിയ പ്രതിസന്ധികളാൽ ആളും ആരവവും ഒഴിഞ്ഞ കുടിയേറ്റ ഗ്രാമങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന സ്വപ്ന പദ്ധതിയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.